അമീബിക് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുന്ന കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവ്. മൂന്നിയൂർ സ്വദേശികളായ 4 കുട്ടികളുടെ പരിശോധനാ ഫലമാണ് പുറത്തുവന്നത്. ജ്വരം ബാധിച്ച മലപ്പുറം സ്വദേശിയായ 5 വയസ്സുകാരിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുന്നു. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. സമീർ, എപ്പോഴാണ് ഈ പരിശോധനാ ഫലം വന്നത്? ഈ ഗുരുതരാവസ്ഥയിലുള്ള കുട്ടിയുടെ ഇപ്പോഴത്തെ ആരോഗ്യനിലയെപ്പറ്റി അറിയാൻ കഴിയുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? വേണു, അല്പസമയം മുമ്പാണ് ഈ പരിശോധനാ ഫലം വന്നത്. മൂന്നിയൂർ സ്വദേശികളായിട്ടുള്ള 4 കുട്ടികളുടെ പരിശോധനാ ഫലവും നെഗറ്റീവാണ് എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു കാര്യം. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയാണ് ഈ പരിശോധന നടത്തിയത്. ആ ലാബിൽ നിന്ന് ലഭിച്ച റിസൾട്ടുകൾ 4 നെഗറ്റീവാണ് എന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു ആശങ്ക വേണ്ട ഈ 4 കുട്ടികളുടെ കാര്യത്തിൽ എന്ന കാര്യവും അവർ അറിയിക്കുന്നു. അതേസമയം തന്നെ 5 വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയുടെ ആരോഗ്യനില വലിയ ഗുരുതരമായിട്ട് തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. വെന്റിലേറ്ററിൽ തന്നെയാണ് ഇപ്പോഴും ഈ കുഞ്ഞുള്ളത്. നമുക്കറിയാം, വലിയ ഒരു ഇതിന് മരുന്ന് എത്തിക്കുക എന്നുള്ളത് വലിയ ഒരു ദുഷ്കരമായ ഒരു കാര്യമാണ്. വലിയ ഒരു തരത്തിലുള്ള ഇതിന് പരിശോധനയോ അല്ലെങ്കിൽ മറ്റ് മരുന്നുകളുടെ ഒരു സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് ഉൾപ്പെടെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. എന്നാൽ അത്തരം ഒരു കാര്യങ്ങളൊന്നും തന്നെ നിലവിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിൽ എത്തിയിട്ടില്ല, വിജയത്തിലേക്ക് എത്തിയിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട് എന്ന കാര്യം കൂടി ആശുപത്രി അധികൃതർ അറിയിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പുതിയ കേസുകളൊന്നും മറ്റാരും തന്നെ ഇത്തരത്തിലുള്ള ഈ ലക്ഷണങ്ങളോട് കൂടി ആരും തന്നെ ചികിത്സ തേടിയിട്ടില്ല എന്നുള്ള കാര്യവും ആശുപത്രി അധികൃതർ അറിയിക്കുന്നു. എന്തായാലും ഇപ്പോൾ 4 കുട്ടികളുടെ പരിശോധനാ ഫലം നെഗറ്റീവായത് ആശ്വാസം നൽകുന്ന കാര്യമാണ്. വേണു. സമീർ സി മുഹമ്മദാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.